അസ്സലാമു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്രോണി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതേപോലെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, അതേപോലെ കുറച്ചൊരു സ്പൈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 150 ഗ്രാം മക്രോണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വളരെ ചെറിയ സൈസിൽ വരുന്ന മക്രോണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ വലിയ സൈസിലും കിട്ടും, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ മക്രോണി വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം തിളച്ച് തുടങ്ങുന്ന ഒരു സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പരസ്പരം പറ്റി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് ചൂടായി തിളച്ച് തുടങ്ങുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് അടിയിൽ കിടന്നിട്ട് പരസ്പരം പറ്റി പിടിച്ച് പോവുകയും അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയം നമ്മുടെ പേക്കിൻ്റെ മുകളിലുണ്ടാകും. ആ ഒരു സമയം വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സമയം ഒരു 8 മുതൽ 12 മിനിറ്റ് വരെയാണ് പേക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇത് പുറത്തോട്ടെടുക്കാം. കാരണം നമുക്ക് ഇതൊന്ന് പുറത്തെടുത്തിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ട. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതൊന്ന് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ മുറിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ മുറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മക്രോണിയൊക്കെ കോരി പുറത്തോട്ടെടുക്കാം. ഞാനിതിവിടെ മക്രോണിയൊക്കെ മുഴുവനായിട്ട് പുറത്തോട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നമുക്ക് ഒഴിവാക്കിയെടുക്കണം. ഞാനിതിവിടെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമ്മൾ സ്റ്റെയിനറിൽ തന്നെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി അതേപോലെ വെച്ചിട്ട് എടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, കാരണം നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മക്രോണി വെച്ച് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് ചെറിയ കട്ടകളൊക്കെ ആയിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അതൊക്കെ അങ്ങ് വിട്ട് വന്നോളൂ. ഏകദേശം ഒന്ന് കളറ് മാറി ഇതേപോലെ വരുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് കളറ് മാറി പോവുകയും ചെയ്യരുത്. ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലോട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ മക്രോണി ഫ്രൈ ചെയ്തെടുത്ത ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 3 വറ്റൽമുളകും അതേപോലെ ഒരു 1.5 തണ്ട് കറിവേപ്പിലയും അതേപോലെ ഒരു അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടെ ഒന്ന് കുത്തിയെടുത്തതാണ്, ചതച്ചെടുത്തിട്ടില്ല. അതുകൂടെ ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മക്രോണിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു മക്രോണിക്ക്. ഏകദേശം ഇതൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതും കൂടെ കോരി മക്രോണിയിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരി നമ്മുടെ മക്രോണിയിലേക്ക് മാറ്റുകയാണ്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മക്രോണി മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും അതേപോലെ എരിവിനൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണിനടുത്ത് മുളക് പൊടിയാണ് ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു സ്റ്റെയിനർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ
കുറച്ചുകൂടെ ഈസി ആയിട്ട് അതേപോലെ എല്ലാ ഭാഗത്തും നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മിക്സറൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെ കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്